Hello dear students, welcome to Prerna. In this class, I am discussing on Renaissance literature. Okay, so as of now we've discussed the features of Renaissance, why the Renaissance began in Italy, etc. Okay, so this class is about literature. In the following classes, we'll be discussing on Renaissance art, science and technology, architecture, drama and many other realms of activities. Okay, so we start with literature. So we've already discussed the features of literature, we've already discussed the features of Renaissance, but I would like to draw your attention once again because I would like to take you once again to the features so that you get a continuity. Okay, features of Renaissance literature is the same as the features of Renaissance, not much different, same points, but I would like to have a revision here. Okay, so let us see the features. First, inspiration from classics, Greco-Roman classics, which inspired these writers of the Renaissance period, poets and writers. അപ്പോൾ ക്ലാസിക്സിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ്, വേൾഡ് വാസ് കൺസിഡേർഡ് ആന്ത്രപ്പോസെൻട്രിക്. ആന്ത്രപ്പോസെൻട്രിക് എന്ന മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മനുഷ്യനാണ് പ്രധാനമായിട്ടുള്ള കഥാപാത്രം. ആന്ത്രപ്പോസെൻട്രിക്, മനുഷ്യനിലെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നോട്ട് സ്പിരിച്വാലിറ്റി, നോട്ട് എനിത്തിങ് എൽസ്, നോട്ട് അതർ വേൾഡിനെസ്, പക്ഷെ മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവൻ ആണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യനാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ ആവുന്നത് എന്നുള്ള കോൺസെപ്റ്റാണ് ആന്ത്രപ്പോസെൻട്രിക്. ആന്ത്രപ്പോസെൻട്രിക്. ഓക്കെ, വൺസ് അഗൈൻ ആന്ത്രപ്പോസെൻട്രിക്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ സ്പിരിറ്റ്. അതായത് അവരെപ്പോഴും ചോദ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ദേ ഹാഡ് സ്കെപ്റ്റിസിസം. അവരുടെ അപ്രോച്ച് ഒരു റാഷണൽ തിങ്കിങ് ആയിരുന്നു. ദേ ട്രൈ ടു യൂസ് ദെയർ ലോജിക്. എന്തുകൊണ്ട്, വൈ, ഹൗ ഓഫ് തിങ്സ് ദേ ആസ്ക്ഡ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ലിറ്റററി ജോണേഴ്സ് അപ്പിയർഡ്. ഈ ഒരു കാലഘട്ടത്തിലാണ് പലതരത്തിലുള്ള റൈറ്റിംഗ് ടൈപ്സ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ എസ്സേസ് എന്ന് പറയുന്ന ടൈപ്പ്. പലതരത്തിലുള്ള പുതിയ ഒരു തലങ്ങളിലേക്ക് ലിറ്ററേച്ചർ നമ്മളുടെ ഓരോ എഴുത്തുകാരും ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ദ യൂസ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജസ്. ലാറ്റിൻ വാസ് ഒഫീഷ്യലി ദ ലാംഗ്വേജ്, ബട്ട് സ്റ്റിൽ യു കുഡ് സീ ഹൗ ദിസ് പെർട്ടിക്കുലർ ഏജ് മെനി റൈറ്റേഴ്സ് ആൻഡ് പോയറ്റ്സ് സ്റ്റാർട്ടഡ് പ്രൊമോട്ടിംഗ് ദെയർ ഓൺ റീജിയണൽ ഓർ വെർണാക്കുലർ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾ. പിന്നെ ഹ്യൂമാനിസം, പ്രാഗ്മാറ്റിസം എന്നൊക്കെ നേരത്തെ പറഞ്ഞ ആന്ത്രപ്പോസെൻട്രിക് പദത്തിന് മനുഷ്യൻ എന്നുള്ള ഹ്യൂമാനിസം, മാനവികത എന്നുള്ള കോൺസെപ്റ്റ്. പ്രാഗ്മാറ്റിസം, അതായത് പ്രാക്ടിക്കലി ഹൗ എ പേഴ്സൺ കെൻ സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ ഡെയിലി ലൈഫ് റാദർ ദെൻ തിങ്കിങ് മച്ച് അബൌട്ട് എ സ്പിരിച്വൽ ലൈഫ്. അതാണ് ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ആരൊക്കെയാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും, പക്ഷേ കുറച്ചും കൂടെ ഡെപ്തിൽ നമുക്ക് നോക്കാം. ആരൊക്കെയായിരുന്നു നമ്മളിപ്പോൾ റെനസാൻസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും പറയേണ്ട പേരുകൾ ആരൊക്കെയാണ് നോക്കാം. ഒന്ന് ഡാൻറ്റെ. ഡാൻറ്റെ എന്നായിരിക്കും നിങ്ങൾക്ക് പരിചയം. ഡാൻറ്റെ അലിഗിയറി, അതാണ് മുഴുവൻ പേരും. കാലഘട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണ്? പോയറ്റ്, സ്റ്റേറ്റ്സ്മൻ, ലാംഗ്വേജ് തിയറിസ്റ്റ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് അദ്ദേഹത്തിന് എഴുതിയൊരു വർക്ക് ഡേ മൊണാർക്കിയ എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഡേ മൊണാർക്കിയ. ഡാൻറ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം ഒരു ശരിക്കും യു കാൺട്ട് റിയലി സേ ദാറ്റ് ഡാൻറ്റെ ഗേവ് അപ്പ് ലാറ്റിൻ. ഇവരൊന്നും തുടക്കത്തിലുള്ള എല്ലാവരും തന്നെ ദേ ഡിഡ് നോട്ട് ഗിവ് അപ്പ് ലാറ്റിൻ. ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്, പക്ഷേ ലാറ്റിനും അവർ പ്രധാനമായും ലാറ്റിനിലും എഴുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവരെയൊക്കെ നമുക്ക് ഈ ഡാൻറ്റേനെ എസ്പെഷ്യലി കെൻ സേ ഹൗ ഹി ബിലോങ് ടു ദ ട്രാൻസിഷൻ പീരിയഡ്. ട്രാൻസിഷൻ മാറ്റം വരുന്ന കാലഘട്ടത്തിലുള്ള ആളുണ്ടാവുമല്ലോ, പഴയ കാലമല്ല പുതിയ കാലമല്ല, അങ്ങനെ ട്രാൻസിഷൻ പീരീഡിൽ വരുന്ന ആളാണ് ഈ ഡാൻറ്റെ. അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ളൊരു വർക്കാണ് ദേ വൾഗാരി എലോക്വൻഷ്യ, ഓൺ ദ കോമൺ സ്പീച്ച്. ദേ വൾഗാരി എലോക്വൻഷ്യ എന്നാണ് എൻ്റെ പേര്. അത് റിട്ടൺ ഇൻ ഇറ്റാലിയൻ, ദാറ്റ് ഈസ് വെർണാക്കുലർ ലാംഗ്വേജ്. എത്രത്തോളം പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. അദ്ദേഹത്തിന് നമുക്ക് ഫോർ റണ്ണർ ഓഫ് റെനസാൻസ് എന്ന് വിളിക്കാം, പ്രെഡെസിസർ ഓഫ് റെനസാൻസ്. റെനസാൻസിൻ്റെ അദ്ദേഹമാണ് അതിൻ്റെ ടോർച്ച് ബെയറർ പോലെ നമുക്ക് അവകാശപ്പെടാൻ പറ്റിയ ഒരാളാണ് ഡാൻറ്റെ. ഇനി അടുത്തത് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റാലിയൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ പോയട്രി നമുക്ക് പറയാം. അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിലാണ് പല കാര്യങ്ങളും പിന്നീട് എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ദ വാസ് ഹൗ യു കുഡ് സീ ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ്. ഇനി അദ്ദേഹത്തിനൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് ഇൽ സമോ പോയട്ട. ഇൽ സമോ പോയട്ട എന്ന മീനിങ് ദ സുപ്രീം പോയറ്റ്, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള എന്ന് പറയുന്നത്.
ഓക്കെ, അദ്ദേഹത്തിന് സ്റ്റൈലിനൊരു പേരുണ്ട്. അതായത് അദ്ദേഹം കൊണ്ടുവന്നൊരു സ്റ്റൈൽ എന്ന് പറയുമ്പം ഇതുവരെയുള്ള സ്റ്റൈലിൽ നിന്ന് നമുക്കൊരു മാറ്റമാണ്. അതുകൊണ്ടാണ് സ്റ്റൈലിന് സ്വീറ്റ് ന്യൂ സ്റ്റൈലിൻ്റെ ഒരു അവരുടെ ഭാഷയിൽ പറയുന്നതാണ് ഡോൾ സ്റ്റിൽ നോവോ. ഡോൾ സ്റ്റിൽ നോവോ. അങ്ങനെ ഒരു ലിറ്റററി മൂവ്മെൻറ്റാണ് ഡാൻറ്റെ തുടങ്ങുന്നത്. ഇനി അദ്ദേഹം ഡാൻറ്റെ എന്ന് പറയുന്ന ഈ ഒരു പോയറ്റ്, യു കെൻ സീ ഹൗ ഹി ഇൻഫ്ലുവൻസ്ഡ് മെനി writers and thinkers later, which included Petrarch and Boccaccio. Okay, ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്, ഡാൻറ്റേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഡിവൈൻ കോമഡി, ദ വിഷൻ ഓഫ് ഹെൽ എന്ന് പറയുന്നതാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്ക്. അതായത് ഇറ്റ് ടെൽസ് അബൌട്ട് ദ ട്രാവൽ ത്രൂ ഹെൽ, പെർഗറ്ററി ആൻഡ് പാരഡൈസ്. ഓക്കെ, ഹെൽ നഗരം, പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗം. അപ്പം പെർഗറ്ററി എന്തായിരിക്കും? ഒരു ഫിസിക്കൽ എന്താ പറയുക, മരണത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ്, ദ സ്റ്റേറ്റ് which immediately followed physical death. You can say how it was a state of misery according to Christian belief. Okay, അതാണ് 3 ഫേസിൽ കൂടെയുള്ള യാത്ര: ഹെൽ, പെർഗറ്ററി ആൻഡ് പാരഡൈസ്. ഇനി ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വർക്ക് ഇസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയം ഓഫ് ദ മിഡീവൽ പീരിയഡ്. പിന്നെ ഇറ്റാലിയനിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർക്കായിട്ട് നമുക്കിതിനെ കാണാം, ഡിവൈൻ കോമഡി. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രാൻസിഷൻ മിഡിൽ ടു മോഡേൺ എന്നുള്ളത് തുടങ്ങി വെച്ച ഒരാളാണ് ഡാൻറ്റെ. സോ വി കോൾ ഹിം ആസ് എ ഫോർ റണ്ണർ ഓഫ് റെനസാൻസ്. നമുക്കിനി അടുത്ത ആളിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഫ്രാൻസിസ്കോ പെട്രാർക്ക്. ഓക്കെ, ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഇറ്റലിയിൽ തന്നെയാണ്, പോയറ്റ് ആൻഡ് സ്കോളർ. ആൻഡ് അദ്ദേഹത്തിനും ഹി ഹാഡ് പാഷൻ ഫോർ ക്ലാസിക്സ്. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹി റോട്ട് ഇൻ വെർണാക്കുലർ ബട്ട് ഹി റോട്ട് ഇൻ ലാറ്റിൻ ഓൾസോ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഓർക്കുകയാണെങ്കിൽ അദ്ദേഹം എഴുതിയ വെർണാക്കുലർ ഭാഷയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ആ ജനങ്ങൾ കൂടുതൽ ഓർക്കുന്നത് എന്നുള്ളതാണ്, നോട്ട് ഹിസ് വർക്ക്സ് ഇൻ ലാറ്റിൻ. നൗ വാട്ട് ഡിഡ് ഹി ഡു മെയിൻലി? അത് ആ കാലഘട്ടത്തിലെ എഴുത്തുകാരുടെയൊക്കെ ഒരു ജോലി പ്രധാനമായിട്ടും അവർക്കൊരു എന്താ പറയുക, ദാറ്റ് വാസ് എ പാഷൻ ഫോർ ദം ടു സ്റ്റഡി manuscripts, to study Greek and Roman manuscript, to collect the works of ancient Roman and Greek thinkers. For example, here you could see how Petrarch in fact discovered a lot of letters by Cicero. അദ്ദേഹം ഒരു ലൈബ്രറി തുടങ്ങുന്നുണ്ട്. ഈ സ്ട്രഗിൾഡ് ഇറ്റ് സെംസ് വെരി ഹാർഡ് ടു സ്റ്റഡി ഗ്രീക്ക്. അദ്ദേഹത്തിന് ഒരു മാറ്റം മനസ്സോടെ കൊടുത്തിരിക്കുന്നത് അഡ്മയർഡ് ദ ബ്യൂട്ടിഫുൾ വേൾഡ് ദാറ്റ് ഹി ലിവ്ഡ് ഇൻ. ഇതൊരു ഈ കാലഘട്ടത്തിലെ ഒരു ആൾക്കാരിൽ ഹ്യൂമാനിസം എന്ന് വിശേഷിപ്പിക്കുമ്പം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു ജീവിച്ച ഒരാൾ, അതായത് ഒരു പേടിയില്ലാതെ ചുറ്റും വാട്ട് ഹി ഫൗണ്ട് ബ്യൂട്ടിഫുള്ളി അപ്രീഷിയേറ്റഡ് ദി ബ്യൂട്ടി in everything that he found around. That you can really see as a feature of Renaissance. അത്തരത്തിലുള്ളൊരു എസ്തെറ്റിക് സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നോക്കാം. റെറം വൾഗാരിയം ഫ്രാഗ്മെൻറ്റ, അതൊരു കളക്ഷൻ ഓഫ് പോയംസ് ആണ്. അതിന് വേറൊരു പേരും കൂടെ, 2 പേരുണ്ട് കേട്ടോ. റെറം വൾഗാരിയം ഫ്രാഗ്മെൻറ്റ ഇസ് അതർവൈസ് നോൺ ആസ് കനൻസിയർ. ഓക്കെ, കാൻസിനിയർ എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു 2, അതായത് ഈ ഒരു വർക്കിൻ്റെ വേറൊരു പേരാണ്. എന്താണ് അർത്ഥം? എന്താണ്? ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ പോയംസ് കൂടിയിട്ടുള്ള ഒരു കമ്പൈലേഷൻ, ഒരു കളക്ഷനാണ് കാൻസിനിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം ലാറ്റിനിലും എഴുതി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സീക്രട്ടം എന്നാണ് അതിൻ്റെ പേര്, മൈ സീക്രട്ട് ബുക്ക്. അതിൻ്റെ പേര് മൈ സീക്രട്ട് ബുക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിനെ ഫേമസ് ആക്കുന്നത് എന്താണ്? ഒരു സോണറ്റാണ്. ഓക്കെ, സോണറ്റ് ആർക്ക് എഴുതി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അബൌട്ട് എ ഗേൾ. ആൻഡ് ഇറ്റ് സീംസ് he very much fell in love with this girl whose name was Laura, who was his lover. Sonnets to Laura എന്നാണ് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ്റെ പേര്. It seems he wrote 300 sonnets to Laura. ഓക്കെ, ഇപ്പോൾ സോണറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു എന്ന് കാണാം. വാട്ട് ഈസ് നൗ എ സോണറ്റ്? അദ്ദേഹത്തിനൊരു രീതിയുണ്ട്. 14 ലൈൻസ് ഉണ്ടാവും ഒരു സോണറ്റിൽ. പിന്നെ ഈച്ച് ഫോളോയിങ് ഇറ്റ്സ് ഒരു റൈം സ്കീം ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അത് ലിറ്ററേച്ചറിൽ നിങ്ങൾക്ക് ഒരു സോണറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു സോണറ്റ്സ് ടു ലോറ, ദാറ്റ്സ് വാട്ട് മെയ്ഡ് ഹൂ ഫേമസ്, നമ്മളുടെ ഇയാളെ പെട്രാർക്കിനെ ഫേമസ് ആക്കുന്നത് സോണറ്റ്സ് ടു ലോറയാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്? അപ്പം 300 എണ്ണമാണ് ഈ കാമുകിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയത്. ഇറ്റ് മീൻസ് അദ്ദേഹം ആ പ്രീസ്ലി ഒരു ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ വാസ് സോ what to say impressed by the beauty of this girl that
these sonnets in fact had psychological reactions to this beloved girl who was Laura. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ടൈറ്റിൽ കൂടുണ്ട്, പോയറ്റ് ലോറേറ്റ് ഓഫ് പദ്വ. പദ്വ ആദ്യം ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയാണ്, മെഡീവൽ യൂണിവേഴ്സിറ്റിയാണ് പദ്വ. അവിടുത്തെ പോയറ്റ് ലോറേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മഹാകവി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വിശേഷണമാണ്. അപ്പോൾ അതാണ് പെട്രാർക്കിൻ്റെ സോണറ്റ്സ് ടു ലോറ. ഓർക്കുക, സോണറ്റ്സ് ടു ലോറ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ ഹു വാസ് എ ഡിസൈപ്പിൾ ഓഫ് പെട്രാർക്ക്. പെട്രാർക്കിൻ്റെ ശിഷ്യനാണ്, ഇറ്റാലിയനാണ്. അദ്ദേഹവും ചെയ്യുന്നത് എന്താണ്, ഹി കളക്റ്റഡ് ലോസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് ഹി കളക്റ്റഡ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ടാസിറ്റസ് എന്ന് പറയുന്ന ചിന്തകൻ്റെ ആണ് എഴുതിയത്. ബൊക്കാച്ചിയോ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഹി വാസ് വെരി ഫ്രാങ്ക് ഓർ ഹി വാസ് റാദർ വെരി ഓപ്പൺ. ഹി ഡിഡ് നോട്ട് ഹാവ് എനി അപ്രിഹെൻഷൻസ് ടു റൈറ്റ് ഇൻ എ വേ വിച്ച് ക്രിട്ടിസൈസ്ഡ് ഹിപ്പോക്രസി ഓഫ് ദാറ്റ് പീരിയഡ്. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാപഠ്യം എന്ന് പറയുന്ന സംഭവം വളരെ ഓപ്പണായിട്ട്, എസ്പെഷ്യലി ദ ഹിപ്പോക്രസി വിച്ച് ദ പീപ്പിൾ ഓഫ് ദ അപ്പർ ക്ലാസ് വിച്ച് ദേ ഹാഡ് ടുവേർഡ്സ് ലൈഫ് വാസ് എക്സ്പോസ്ഡ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പ്രധാനമായ വർക്കിൻ്റെ പേരാണ് ദേ കാമറൂൺ. ദാറ്റ് വാസ് ഹിസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക്. എഴുതി നോക്കിക്കോളൂ, എന്താ പറയുന്നത്, സീരീസ് ഓഫ് സ്റ്റോറീസ്. ഓക്കെ, 10 ദിവസത്തെ സ്റ്റോറി സീരീസായിട്ട് 10 ആൾക്കാർ, 10 people who were traveling together. അവിടെ എവിടെ നിന്നാണ് പോകുന്നത്, they were escaping from Florence, okay, and they were you could see how they were escaping from the Black Death in the year 1348. Black Death എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഈ ഒരു ദേ കാമറൂൺ എന്താണ് എഴുതിയിട്ടുള്ളത്. ദേ കാമറൂൺ യു കുഡ് സീ ദർ വാസ് എൻ earthly light-heartedness that you could see here. earthly light-heartedness എന്ന് പറയുന്നത് എന്താ അർത്ഥം, അതായത് മനുഷ്യന്മാരാകുമ്പം തെറ്റ് എന്തായാലും ഉണ്ടാവും, നമ്മൾ തെറ്റ് വരുത്തും. ടു ഇസ് ഹ്യൂമൺ എന്ന് പറയണ്ടല്ലോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഹി റോട്ട് അബൌട്ട് റോങ് ഹസ്ബൻഡ്സ്, ഭാര്യയെ പറ്റിച്ച ഹസ്ബൻഡ്സ്. ഹി റോട്ട് അബൌട്ട് അഡൾട്രസ് വൈഫ്സ്, ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യമാർ, ചീറ്റിംഗ് മെർച്ചൻസ്, ഫ്രിവലസ് യൂസ്, ലസ്റ്റ്ഫുൾ പ്രീസ് എന്ന് പറയുമ്പം ലക്ഷറിക്കുള്ള പ്രീസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ലസ്റ്റ്ഫുൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഹി റോട്ട് അബൌട്ട് എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഹു കമ്മിറ്റഡ് സിൻസ്. ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു ദാറ്റ് ഹിസ് ഫീച്ചർമെൻറ്റ് വാസ് യു കെൻ സേ കമ്പയർ ദാറ്റ് ടു an earthly light-heartedness. ഭൂമിയോട് ചേർന്നിട്ടുള്ള എന്നുള്ള ലൈറ്റ്-ഹാർട്ടഡ് എന്നുള്ള ലൈറ്റായിട്ടുള്ള, എല്ലാവരും ദൈവികമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. പീപ്പിൾ ordinary human beings make mistakes. That was the concept which he had in Cameroon. അടുത്ത ആളെന്ന് പറയുന്നത് മെക്യാവെല്ലിയാണ്. മെക്യാവെല്ലിൻ എന്നുള്ള ടേം നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. മെക്യാവെല്ലി കൺസിഡേർഡ് ആസ് എ ഡിപ്ലോമറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിപ്ലോമസി ഉപയോഗിക്കുന്ന ആളെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ദ പ്രിൻസ് എന്ന് പറയുന്നത്, റിട്ടൺ ഇൻ 1513. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലും വെൻ വി സേ റിയൽ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, റിയൽ പോളിറ്റിക്സ് എന്ന് പറഞ്ഞ പരിചയമുണ്ടോ? ദറ്റ് ഈസ് വെയർ യു സീ ഹൗ റാദർ ദൻ എനി ഐഡിയോളജി ഓർ എനി മോറൽ കൺസേൺ the person or the institution focuses on what in the real case of real politics diplomacy. അപ്പം നമ്മൾ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് നീങ്ങുക, അതിൽ ശരി തെറ്റുകളൊന്നും ഇവിടെ പരിഗണനയില്ല. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുമ്പോൾ വി യൂസ് ഇട്ട് മെക്യാവെല്യൻ. ഇപ്പം ചാണക്യതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ മെക്യാവെല്യൻ എന്നുള്ളൊരു ടേം നമുക്കറിയാം, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതുകൊണ്ട് തന്നെ അറിയായിരിക്കും മെക്യാവെല്ലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ദ പ്രിൻസ്. ഇനി അടുത്തത് ഒരു ഇംഗ്ലീഷ് റൈറ്ററിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ജെഫ്രി ചൗസർ. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. നമുക്ക് ഷേക്സ്പിയറിന് മുന്നേ ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ആളെന്ന് വേണമെങ്കിൽ പറയാം. ആസ് ഫാർ ലിറ്ററേച്ചർ വാസ് കൺസേൺ, പോയറ്റാണ്, കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീം എന്ന് പറയുമ്പം സോഫിസ്റ്റിക്കേഷൻ, റിഫൈൻമെൻറ്റ്, ഡെലിക്കസി, പവർ, പാഷൻ, ഹ്യൂമർ, അതൊക്കെ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിരുന്നു. വർക്ക് ഏതാണ്? കാൻറ്റർബറി ടെയിൽസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അപ്പോൾ ഇത് എന്താണ് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓക്കെ, ഒരു പറ്റം ആളുകൾ, ദി ആർ ഗോയിങ് ടു കാൻറ്റർബറി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു വർഷിപ്പ് അറ്റ് ദ ടൂംബ് ഓഫ് തോമസ് ബെക്കറ്റ്, സെയിൻറ്റ് ആൻഡ് മാർട്ടർ. ദി ഗോയിങ് ടു കാൻറ്റർബറി.
അപ്പം ബെക്കറ്റിൻ്റെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണുള്ളത്? ഇൻ ദാറ്റ് ഗ്രൂപ്പ് യു കെൻ സി എ സ്ക്വയർ, ലാൻഡ് ഓണറിനെയാണ് പറയുന്നത് സ്ക്വയർ, SQUIRE. യു കെൻ സി എ പ്രയറസ്. പ്രയറസ് എന്ന് പറഞ്ഞാൽ മഠത്തിൻ്റെ കന്യാസ്ത്രീ മഠത്തിൻ്റെയൊക്കെ എന്താണ് ഓണർ അല്ലെങ്കിൽ ഉടമേനെ അല്ലെങ്കിൽ ഹയസ്റ്റ് അതോറിറ്റീനെ പ്രയറസ് എന്ന് വിളിക്കാം. ക്ലാർക്ക്, മങ്ക്, ഫ്രയർ ഇസ് എ പ്രീസ്റ്റ്, പിന്നെ സെയിലർ, അങ്ങനത്തെ കുറേ ആൾക്കാർ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് മെഡീവൽ ലൈഫ്. ദേ വർ ട്രാവലിംഗ് ടുഗെദർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളും തമാശ രൂപേണയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഹി വാസ് എ മാൻ ഓഫ് അഫെയർസ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു. സ്കോളർ എന്ന് പറയുന്നതിനേക്കാളും ഹി വാസ് സോ എക്സ്പീരിയൻസ്ഡ്, സോ വെൽ ട്രാവൽഡ്, യുനോ, ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ബെസ്റ്റ് പോയറ്റ് ബിഫോർ ഷേക്സ്പിയർ ഇൻ ഇംഗ്ലണ്ട്. അടുത്ത ആൾ ലൊറെൻസോ വല്ല. ലൊറെൻസോ വല്ല ഇറ്റാലിയനാണ്, ഹ്യൂമാനിസ്റ്റാണ്, റെട്രീഷ്യനാണ്. ദാറ്റ് ഈസ് വൺ ഹു മെയിൻലി റെട്ടറിക് എന്ന് പറയുമ്പം റോട്ട് അബൌട്ട് റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കിൽസ് എക്സെട്ര. കാത്തലിക് പ്രീസ്റ്റാണ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹി വാസ് സോ കറേജിയസ്, ഹി വാസ് സോ ബോൾഡ്. ദാറ്റ് ബോൾഡ്നെസ് കുഡ് ബി സീൻ ഇൻ ഹിസ് റൈറ്റിംഗ്സ്, ദ വേ ദാറ്റ് ഹി ലിവ്ഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസിനെ കൂടിയിട്ട് ഹി യൂസ് ടു റൈറ്റ് ഇൻ എ വെരി യൂസ് ടു റിഡിക്യൂൾ the upper classes, the clergy, etc. He did not have any problem in doing that. He is very frank and open in criticizing people and society of the medieval period. ഇനി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ there was a text known as Donation of Constantine. ഓക്കെ, ഡൊണേഷൻ ഓഫ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് പണ്ട് എഴുതിയിട്ടുണ്ട്. ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എംപറർ കോൺസ്റ്റന്റീൻ എങ്ങനെ പോപ്പിനെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ സ്പിരിച്വൽ ഹെഡാക്കി മാറ്റുന്നു എന്നുള്ള പറഞ്ഞിട്ടൊരു ടെക്സ്റ്റാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതൊരു ഫോർജറി ആണെന്നും അതിൻ്റെ പിറകിൽ ഉള്ള സത്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് ആര്? ലൊറെൻസോ വല്ല. സോ ഹി വാസ് സച്ച് എ ബോൾഡ് പേഴ്സൺ ദാറ്റ് ഹി വാസ് സോ ഓപ്പൺ. He did not have any inhibitions to question the existing beliefs which the Christian church had in the medieval period. But Donation of Constantine's ഒരു textual analysis ആണ് അദ്ദേഹം നടത്തുന്നത്. Analysis of the Donation of Constantine. And he said that it was a forgery. ഇനി അടുത്തത് ഇറാസ്മസ്, ഡെസിഡീരിയസ് ഇറാസ്മസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് അദ്ദേഹം ഒരു ഇറ്റാലിയൻ അല്ല, ഒരു ഡച്ച്മാനാണ് ഇറാസ്മസ്. അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്കോളറായിരുന്നു. ഹി ടോട്ട് അറ്റ് മെനി യൂണിവേഴ്സിറ്റീസ് ലൈക്ക് പ്രോമിനൻറ്റ് ബീയിങ് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, പാരീസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ഒരു സ്കോളറായിരുന്നു ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ആൻഡ് ഹി ഓൾസോ ക്വസ്റ്റ്യൻഡ് a lot of existing Catholic biblical notions and also the laxity of the church. ഇനി ഇറാസ്മസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യു മസ്റ്റ് സ്റ്റഡി ഇൻ സ്കൂൾ അബൌട്ട് മാർട്ടിൻ ലൂത്തർ ആൻഡ് റെഫർമേഷൻ. നമുക്കറിയാമല്ലോ ലൂത്തറാണ് റെഫർമേഷൻ തുടങ്ങുന്നതെന്നുള്ളത്. അപ്പം ഇറാസ്മസിനെയും ലൂത്തറിനെയും പറ്റിയിട്ടൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇറാസ്മസ് ആണ് ആ കൊളുത്തി വെച്ചത്. പക്ഷേ ഇറാസ്മസിന് ആ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു ഈ ഒരു സെൻറ്റൻസ് വായിച്ച്. ലൂത്തർ കുറച്ചുകൂടെ സ്മാർട്ടറായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. വേർ ഇറാസ്മസ് മിയർലി നോഡഡ് എന്ന് പറഞ്ഞാൽ തലയിൽ കുലുക്കുക. ലൂത്തർ റഷ്ഡ്, ലൂത്തർ ഓടി വരികയാണ്. വേർ ഇറാസ്മസ് ലെയ്ഡ് എഗ്സ്, ലൂത്തർ ഹാഷ് ദ ചിക്സ്. ഓക്കെ, ചിക്സ് എന്ന് പറഞ്ഞാൽ മുട്ട വിരിയിക്കുക എന്നുള്ളത്. പിന്നെ വേ ഇറാസ്മസ് ഡൗട്ടഡ്, ലൂത്തർ ലേ ഡൗൺ ദ ലോ. ഇറാസ്മസിന് ഡൗട്ട് ഉണ്ടാവുന്ന സമയത്തേക്കും ലൂത്തർ ലോ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ലൂത്തർ ഇറാസ്മസിനേക്കാളും ഒരു പടി മുന്നിലായിരുന്നു എന്നുള്ളതാണ് ആസ് ഫാർ ആസ് റെഫർമേഷൻ വാസ് സ്റ്റാർട്ടഡ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു പേര് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്നത് ഫോളി ഒരു ക്യാരക്ടറാണ്, ഒരു ഡീറ്റിയാണ്. ബോൺ ആസ് എ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോട്ടർ ഓഫ് ഗോഡ്സ്. But you could see how in this work, in praise of folly, how Erasmus questioned a lot of features like ignorance, selfishness, flattery, laxity, laziness, etc. പല നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന എസ്പെഷ്യലി അപ്പർ ക്ലാസ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതെന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇഗ്നറൻസ്, അത് നമ്മൾ ഫ്ലാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളെ തന്നെ പൊക്കി പറയുക, അങ്ങനത്തെ സ്വഭാവമൊക്കെ അല്ലേ. അപ്പോൾ അതിനൊക്കെ കളിയാക്കിയിട്ടുള്ളതാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. പിന്നെ ബാക്കിയുള്ള ബുക്കുകളുടെ പേര് നിങ്ങൾക്ക് പിന്നെ നോക്കി വായിക്കാം. ഹാൻഡ് ബുക്ക് ഓഫ് എ ക്രിസ്ത്യൻ നൈറ്റ്, ഓൺ സിവിലിറ്റി ഇൻ ചിൽഡ്രൻ, അങ്ങനത്തെ 2-3 ബുക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനിയുള്ളത് എഡ്മണ്ട് സ്പെൻസറാണ്. ഓക്കെ, എഡ്മണ്ട് സ്പെൻസർ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് പോയിട്രി ഏറ്റവും പ്രാധാന്യമുള്ളത് ഫെയറി ക്വീൻ ആണ്. ഫെയറി ക്വീൻ, ഇറ്റ് വാസ് അബൌട്ട് ക്വീൻ എലിസബത്ത് ഫസ്റ്റ്, ട്യൂഡർ ക്വീൻ. അപ്പോൾ അതൊരു ആലിഗറിയാണ്. വാട്ട് ഈസ് എൻ ആലിഗറി? ആലിഗറി എന്ന് പറഞ്ഞാൽ പുറമേ നമുക്കൊരു മീനിങ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ വേറൊരു അണ്ടർകറൻറ്റ് ആയിട്ട് വേറൊരു മീനിങ് ഉണ്ടാവും. രണ്ട് മീനിങ് ഉള്ളത് നമുക്ക് തോന്നും, ഇതാണോ അത് എന്നൊരു ഡൗട്ടൊക്കെ തോന്നും. അതാണ് ആലിഗറി. സോ ദിസ് വാസ് അബൌട്ട് ട്യൂഡർ ക്വീൻ എലിസബത്ത് ഫസ്റ്റ്, ഫെയറി ക്വീൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. പിന്നെ അദ്ദേഹത്തിന് ഒരു വേഴ്സ്, ഇംഗ്ലീഷ് വേഴ്സിൻ്റെ എന്താണ്, അതിനെ ഒരു പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച ആളെന്ന് പറയാൻ പറ്റും. വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ഓർ ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദാറ്റ് വാസ് എഡ്മണ്ട് സ്പെൻസർ, നോൺ ഫോർ ഹിസ് വർക്ക് ഫെയറി ക്വീൻ. സർ തോമസ് മോർ. തോമസ് മോറിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. പല അവസരങ്ങളിൽ നിന്നുള്ളത് അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ടേം ഊട്ടോപ്യൻ എന്നുള്ളത്. ഒരു ഊട്ടോപ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ആശയം ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അബൌട്ട് ദാറ്റ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി വെയർ പീപ്പിൾ ആർ ട്രീറ്റഡ് ആസ് ഈക്വൽസ്. ഒരു ജെൻഡർ, ക്ലാസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി വിച്ച് ഹി ഇമാജിൻഡ്. But then you will find that it is never going to be real. ഇതിനാണ് പറയുന്നത് ഉട്ടോപ്യൻ എന്നുള്ള ടേം. സാങ്കല്പികമാണ്, വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷേ അത് നടക്കും. പക്ഷേ ഇതിൻ്റെ ഏകദേശം അതിൻ്റെ യൂട്ടോപ്യൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്റ്റോപ്യൻ. അതൊരു നല്ലൊരു കാഴ്ചപ്പാടല്ല, മുമ്പിലൊരു എല്ലാം ഒരു ബ്ലീക്ക് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഡിസ്റ്റോപ്യൻ. ദിസ് ഇസ് ഊട്ടോപ്യൻ എന്ന് പറയുമ്പോൾ വളരെ പ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെക്കുന്നതാണ്. ഓക്കെ, ഇനി ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഹീ സപ്പോർട്ടഡ് ദ ചർച്ച് വെരി മച്ച്. ഹി വാസ് എഗെയിൻസ്റ്റ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ്. ലൂത്തർ ആയിക്കോട്ടെ, സ്വിംഗ്ലി ആയിക്കോട്ടെ, ജോൺ കാൽവിൻ ആയിക്കോട്ടെ, ഇവരെയൊക്കെ എതിർക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി യു നോ ദാറ്റ് തോമസ് മോർ വാസ് എഗെയിൻസ്റ്റ് ദ റൂളർ ഹെൻറി VIII. When he wanted to find the Anglican Church, when he wanted to divorce his wife Catherine of Aragon, and when he wanted to marry Anne Boleyn, More was against that. അപ്പോൾ അതുകൊണ്ട് രാജാവിന് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഹി വാസ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാസ് നോട്ട് റെഡി ടു ടേക്ക് ദ ഓത്ത് ഓഫ് സുപ്രീമസി സപ്പോർട്ടിങ് ദ റൂളർ ഹെൻറി VIII. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ലൈനുണ്ട്, ഐ ഡൈ ദ കിങ്സ് ഗുഡ് സെർവൻറ്റ് ആൻഡ് ഗോഡ്സ് ഫസ്റ്റ്. ഏറ്റവും ആദ്യം എനിക്ക് ദൈവത്തോടാണ് എനിക്ക് താല്പര്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഹെൻറി VIII അദ്ദേഹം ഒപ്പോസ് ചെയ്തുള്ള ആളാണ്. ഇനി ഒരാളുണ്ട്, സർ ഫിലിപ്പ് സിഡ്നി. വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, കോർട്ടിയർ ആൻഡ് സ്കോളർ. ഒരു എലിസബത്തൻ പീരീഡിൽ ട്യൂഡർ ഇംഗ്ലണ്ടിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. പിന്നെ ദ ഡിഫെൻസ് ഓഫ് പോയസി, അതിന് വേറൊരു പേരിൽ അത് അറിയപ്പെടുന്നത് ഡിഫെൻസ് ഓഫ് പോയട്രി ആൻഡ് അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള പേരിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്ലൈഡ്. അപ്പം ഞാനിത് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 1 നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഐ ഹാവൻറ്റ് ബ്രോട്ട് ഇൻ ടുഡേ ഷേക്സ്പിയർ പ്രിഡോമിനൻ്റ്ലി. ഷേക്സ്പിയർ പറയാതെ ഇത് അവസാനിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വി ഹാവ് ടു ഡിസ്കസ് ഓൺ ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കുറേ അധികം ഉണ്ട്. ലൈക്ക് ഹി റോട്ട് കോമഡീസ് ആൻഡ് ട്രാജഡീസ് ആൻഡ് ലോട്ട് ഓഫ് വർക്ക്, 39 പ്ലേസ്. അപ്പോൾ അതും കൂടെ കൊണ്ടുവരാണെങ്കിൽ ഇറ്റ് ബി വെരി ലെങ്തി. സോ ഇൻ പാർട്ട് 2 ഐ ബി ഡീലിംഗ് മെയിൻലി വിത്ത് ഷേക്സ്പിയർ. So we have now discussed almost all the authors related to Renaissance literature, and we discuss Shakespeare in the next class tomorrow. Okay, so that is generally about Renaissance literature. Okay, bye bye, see you in the next class.